ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റിൽ കുട്ടികളെ പറ്റിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 അണ്ടിപ്പരിപ്പ് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കാം. 12 എണ്ണമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പാൽപ്പൊടി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പാൽപ്പൊടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പാൽപ്പൊടിയുടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ലൂസ് വാങ്ങിക്കുന്ന പാൽപ്പൊടി ഒന്നും അത്ര അങ്ങോട്ട് നന്നാവില്ല. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാൽപ്പൊടി തന്നെ യൂസ് ചെയ്യാം. കഴിക്കുമ്പോഴേക്ക് നല്ല ടേസ്റ്റുള്ള പാൽപ്പൊടി തന്നെ എടുക്കാം കേട്ടോ. എങ്കിലേ ഈ ഡിസേർട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഇവിടുത്തെ ബ്രാൻഡായ നിഡോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പഞ്ചസാര ഇങ്ങനെ വേറിട്ട് നിൽക്കും. അതല്ല ഫൈനായിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കുഴച്ച് കിട്ടാൻ വേണ്ട അത്രയും പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ സ്വീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിത് ഗ്യാസിലൊന്നും വെക്കേണ്ട. നമുക്കിത് തന്നെ കൈകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഗ്യാസിലൊന്നും വെച്ച് കുക്ക് ചെയ്യേണ്ടൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡോ പോലെ എടുത്തേക്കാം. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിലൊന്ന് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ ബൗൾസായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബൗൾസ് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോഴേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ബൗൾസാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടത്ര വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കുറച്ചുകൂടി വലുത് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇതേപോലെ കുഞ്ഞു ബോൾസ് മതി എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുത്താലും മതി. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തേക്കാം. എല്ലാ മാവും ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് 5 ബോൾസാണ് ഇത് വെച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 5 കുഞ്ഞു ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഗ്രാമ്പു വേണം. ഇതേപോലത്തെ ഈ നട്ടുള്ളതല്ല, കണ്ടില്ല, ഇതേപോലത്തെ അല്ല വേണ്ടത്. ഈ മുകൾ ഭാഗത്ത് ഇതേപോലെയുള്ള ഗ്രാംസ് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. ഇതൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഉരുട്ടി വെച്ചത് അതേപോലെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ അവരെ പറ്റിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഭംഗിയൊക്കെ ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഗ്രാമ്പൊക്കെ കുത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ബോൾസിലും ഇതേപോലെ ഗ്രാമ്പ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതും തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇതേപോലെ തന്നെ മതി, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പഞ്ചസാര സിറപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിൽ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, തികച്ചും ഓപ്ഷണലാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പഞ്ചസാര സിറപ്പിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് പിടിച്ച് നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിറപ്പിലാക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബോൾസിലേക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സൈഡിലേക്കും ആ കളർ ഒന്ന് ആക്കി കൊടുക്കാം. നമുക്കൊരു ആപ്പിളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലും കളറിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര സിറപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കൊരു മഞ്ഞ കളറിൽ ഇത് കിട്ടും.
കുറച്ച് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ മഞ്ഞ കളർ ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞ കളറിൽ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇതേപോലെ എല്ലാ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വളരെ ലൈറ്റായിട്ടാണ് കളർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം മക്കളൊക്കെ കഴിക്കുന്നതാണല്ലോ, ഒരുപാട് കളറൊന്നും യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാത്തിനും കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ പറ്റിക്കാനൊക്കെ ആയിട്ട് പറ്റും. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.